പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മക്കളെയും കർത്താവിന്റെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈശോയുടെ പാപപരിഹാര ബലിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബലിയുടെ അനന്ത യോഗ്യതകൾ മരിച്ചുപോയ എല്ലാവരിലും നിറയപ്പെടാനും അതിന്റെ വലിയ ശക്തി നമ്മുടെ തലമുറയിലും നമ്മുടെ കുടുംബത്തിലും പ്രകടമാകാനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിഷയം, മാരക പാപത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ വേണ്ടയോ? ഇത് പലരുടെയും ഒരു സംശയമാണ്. ഇനി നമുക്കറിയില്ല, ഈ മാരകഭാവത്തിൽ ജീവിച്ചവര് അവസാന സമയം മാനസാന്തരപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുതപിച്ച് മരിച്ചവരാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി വിശ്വാസത്തോടെ, ശരണത്തോടെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എങ്കിൽ കൂടി ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം, മാരകപാപത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പാപത്തിന്റെ ശക്തി ആ വ്യക്തിയിൽ മാത്രമല്ല, അവന്റെ കുടുംബത്തില്, തലമുറയില്, പാരമ്പര്യത്തില് നിറഞ്ഞു നിൽക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു കുടുംബ വൃക്ഷത്തില് ഒരു തണ്ടോ ശാഖയോ മാത്രമാണ്. ആ കുടുംബ വൃക്ഷത്തില് അനേകം തണ്ടുകളും ശിഖരങ്ങളും തടികളും വേരുകളും. അപ്പോ ഒരു ശിഖരത്തില്, ഒരു ശാഖയില് ഒരു വിഷം കുത്തിവെച്ചാല്, അല്ലെങ്കിൽ നല്ലൊരു ഹോർമോൺ കുത്തിവെച്ചാല് ആ ഇഞ്ചക്ഷന്റെ പവർ ആ വൃക്ഷം മുഴുവൻ വ്യാപിക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തില് ഓരോ മകനിലുമുള്ള നന്മ, തിന്മ, അല്ലെങ്കിൽ പൈശാചികത, പരിശുദ്ധാത്മാഭിഷേക ശക്തി നമ്മുടെ കുടുംബത്തെ മുഴുവൻ സ്വാധീനിക്കും. അതുകൊണ്ട് മാരകപാപത്തിൽ ജീവിച്ചവരെ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ബലി അർപ്പിക്കണം. കാരണം ആ പാപത്തിലൂടെ പാപശക്തി, ശാപശക്തി, കടങ്ങള്, പൈശാചിക ശക്തി, അതോടൊപ്പം തന്നെ ഒത്തിരി അതിൽ നിന്ന് വന്ന ദുരന്തങ്ങള്, മരണത്തിന്റെ നിയമങ്ങള്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കള്, നമ്മുടെ തലമുറ അനുഭവിക്കുന്ന ചില തടസ്സങ്ങള്, രോഗങ്ങള്, സ്വഭാവ വൈകല്യങ്ങള്, വൈകൃതങ്ങള്, ചില പാപത്തിന്റെ ശക്തികള്, ഇതൊക്കെ കടന്നു വന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ചില പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട ചില പാപത്തിന്റെ അനന്തര ഫലങ്ങളാണ്. അതുകൊണ്ട് 1 പത്രോസ് 1:18 ഒരു വചനം പറയുന്നുണ്ടല്ലോ, പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടെടുക്കപ്പെടും. അതിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു വഴിയാണ് കുഞ്ഞാടിന്റെ രക്തം. ആ രക്തം ചെന്നുന്ന ശുദ്ധ കുർബാന. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴും പറയില്ലേ, പാപപരിഹാര ബലി, പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടത്തിന്റെ, അതിലൂടെ സാത്താന് ലഭിച്ച നിയമപരമായ അവകാശം, ഈ 5 കാര്യങ്ങൾ അവസാനിപ്പിച്ച കർത്താവിന്റെ കുരിശിലെ ബലി
നമ്മള് ഇതുവരെ കേട്ട ബലിയർപ്പണത്തെ കുറിച്ചും കടങ്ങളുടെ പ്രതിയെ കുറിച്ചുമുള്ള ക്ലാസുകളും നമ്മുടെ ധ്യാന ചിന്തകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട അതിലൂടെ കടന്നു വന്ന തലമുറയിലേക്ക്, വീട്ടിലേക്ക്, മണ്ണിനെ സ്വാധീനിക്കും, സാമ്പത്തിക മേഖലയെ സ്വാധീനിക്കും, മക്കളെ സ്വാധീനിക്കും, നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും, ശരീരത്തെ സ്വാധീനിക്കും, രോഗങ്ങളെ സ്വാധീനിക്കും. സമഗ്രമായൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, നമ്മുടെ കുടുംബവൃക്ഷത്തെ സൗഖ്യപ്പെടുത്താൻ, നമ്മുടെ തലമുറയെ വീണ്ടെടുക്കാൻ, നമ്മെ വിശുദ്ധീകരിക്കാൻ, തടസ്സങ്ങൾ നീക്കാൻ, കെട്ടുകൾ പൊട്ടിക്കാൻ, ബന്ധനങ്ങൾ തകർക്കാൻ, പലതിലൂടെയും പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിക്കാൻ ഈ നവംബർ മാസത്തിൽ നമുക്ക് സാധിക്കണം. അതിനുള്ള വലിയൊരു വഴിയാണ് ഏത് അവസ്ഥയിലും മരിച്ചു പോയവരെ, മാരകപാപത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാരകമായ ശക്തി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. അതിനെ അവസാനിപ്പിക്കാൻ നമുക്ക് കർത്താവ് കുഞ്ഞാടിന് രക്തം തന്നിട്ടുണ്ട്. കുർബാനയിലെ വിശുദ്ധ ബലിയില് ആ ബലി അർപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ മരിച്ചു പോയ ഏതെങ്കിലും പൂർവികരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട പാപങ്ങളെ നമ്മള് കുമ്പസാരിച്ചൊന്ന് ഏറ്റു പറയാൻ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. മാരകഭാവാവസ്ഥ, കൊലപാതകം, വ്യഭിചാരം, അവിഹിത ബന്ധം, അല്ലെങ്കിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങള്, അങ്ങനെ മാരകമായ പാപത്തിൽ ജീവിച്ച് കുമ്പസാരിക്കാതെ അനുതപിക്കാതെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊന്ന് കുമ്പസാരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ നിയോഗം വെച്ച് കർത്താവിന്റെ ബലി അർപ്പിക്കാം. അത് നമ്മയും നമ്മുടെ കുടുംബവൃക്ഷത്തെയും നമ്മുടെ തലമുറയെയും ഒത്തിരി ശുദ്ധീകരിക്കാനും വീണ്ടെടുക്കാനും രക്ഷയിലേക്ക് നയിക്കാനും, പുതിയൊരു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് ആരംഭിച്ചിരിക്കുന്നു. ഒരു പുതിയ വീണ്ടെടുപ്പിന്റെ അഭിഷേകത്തില് പുതിയ സൃഷ്ടികളായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വലിയ പ്രാർത്ഥനയാണ് ഇങ്ങനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ ചില മേഖലകളിൽ ഇങ്ങനെയൊക്കെ മരിച്ചു പോയവരെ നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ശക്തികൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, തലമുറയിൽ നിന്നൊക്കെ എടുത്തു കളഞ്ഞ് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിച്ചെടുക്കാൻ നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ബലിയർപ്പിക്കും, നമ്മുടെ കുടുംബങ്ങൾക്ക് വീണ്ടെടുക്കും. നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാല സന്നദ്ധിയില് മാരകഭാവാവസ്ഥയിലും ഒക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുമ്പോ ഇന്ന് പ്രത്യേകം ആ വിധത്തില് കർത്താവെ, മാരകഭാവാവസ്ഥയില് അല്ലെങ്കിൽ അനുദപിക്കാതെ മരിച്ചു പോയ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കറിയില്ല കർത്താവെ അവരേതവസ്ഥയിലാണ് മരിച്ചു പോയതെന്ന്. എന്നാലും മാനുഷികമായ അവസ്ഥയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ കുടുംബത്തില് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആത്മാക്കളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങളോർത്ത്, അകൃത്യങ്ങളോർത്ത്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് സംഭവിച്ചു പോയ പാപങ്ങളോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് ആ പാപങ്ങളെല്ലാം അങ്ങയുടെ കുരിശിലേക്ക് ചേർത്ത് ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടങ്ങളുടെ, അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളുടെ ആധിപത്യമോ അധികാരമോ ഞങ്ങളുടെ കുടുംബത്തിലോ, ഞങ്ങളുടെ വീട്ടിലോ, ഞങ്ങളുടെ മണ്ണിലോ, ഞങ്ങളുടെ മക്കളിലോ, ഞങ്ങളുടെ തലമുറയിലോ ഉണ്ടെങ്കിൽ ഈശോ അതെല്ലാം അവിടുന്ന് നിർവീര്യമാക്കണമേ. പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് കർത്താവേ അങ്ങയുടെ രക്തത്താലാണെന്ന് അങ്ങ് പറഞ്ഞില്ലേ? അങ്ങേ രക്തത്താൽ ഞങ്ങൾ തലമുറയെ വീണ്ടെടുക്കണമേ.
കുടുംബ വിട്ടത്തെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും അവസാനിക്കപ്പെടട്ടെ. കർത്താവേ, കൊളോസ്സോസ് 2:14 അത്ഭുത വചന ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവസാനിപ്പിക്കണമേ. കുരിശിൽ അവയുടെ മേൽ വിജയമാകുച്ച കർത്താവേ, ഞങ്ങളുടെ കുരിശ് ശക്തി ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ പാരമ്പര്യത്തില്, ഞങ്ങളുടെ തലമുറയില് നിറഞ്ഞു നിൽക്കട്ടെ. ഇതാകത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ പാപശക്തികള്, ശാപശക്തികള്, പൈശാചിക ശക്തികള്, അതിലൂടെ കടന്നു വന്ന രോഗങ്ങള്, തകർച്ചകള്, തടസ്സങ്ങള് എല്ലാം നീങ്ങിപ്പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഭവനത്തിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോയെ, എല്ലാ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറിയ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പാപങ്ങളും എല്ലാ ശാപങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും, നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, ചില പീഠകളും എല്ലാം വിട്ടുമാറി പോകാൻ കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. നമ്മുടെ കുടുംബം വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് നമ്മുടെ കുടുംബവൃക്ഷത്തിന് മേൽ വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ അങ്ങ് പറഞ്ഞില്ലേ, ജീവന സമൃദ്ധി നൽകാനാണ് അങ്ങ് വന്നതെന്ന്. ആ ജീവന സമൃദ്ധി കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, തലമുറയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും നിറച്ചനുഗ്രഹിക്കണമേ.